ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ കുറേ ആയി അതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ അമ്മയുടെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ തിരയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നാണ് പൂക്കലശം പോയത്. അപ്പോൾ 3 വർഷം അങ്ങനെ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളത് നിർത്തി കഴിഞ്ഞു. അവിടെ 3 വർഷം പോയി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തിരയാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതും ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരാളിവിടെ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇവരെയൊന്നും പുറത്ത് ഇറക്കാറില്ല. ഇവരെ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കാണ് ഈ സമയത്ത് നമ്മൾ ഇറക്കുക. പിന്നെ ലൂണ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അവനും എല്ലാവർക്കും ഭയങ്കര ചൂടായതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കമാണ്. പിന്നെ ഞാനൊന്ന് വാർപ്പൊക്കെ ഒന്ന് അടിച്ചു വാരി കേട്ടോ. ഇവിടെയാണ് ക്യാറ്റ് ലീറ്ററൊക്കെ വെക്കാറ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. ഇവിടെയാണ് രാത്രി നമ്മുടെ ക്യാറ്റ്സ് കിടക്കുക കേട്ടോ. അതുകൊണ്ട് ഇവിടേക്ക് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലിറ്റർ ബോക്സ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചൂട് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളിതിങ്ങനെ വെയിൽ കൊള്ളിക്കുന്നതുകൊണ്ട് സ്മെല്ലൊക്കെ ഒഴിവായി കിട്ടും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇത് വെച്ചു, ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്മെല്ലൊന്നും ഇല്ല. ഇതെൻ്റെ അമ്മേൻ്റെ കൃഷിയാണ് കേട്ടോ. ചീരയും വെണ്ടയും അങ്ങനെ കുറച്ച് കൃഷികളുണ്ട്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. ഭയങ്കര ചൂട്, കുട ചൂടാണ്ട് എവിടെയും പോയിക്കൂടെ. ഇതാകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു വഴിയാണ് ആകെ ഒരു ആശ്വാസം. കുറച്ച് വെയിൽ കുറവുള്ള സ്ഥലം. ഇനി നമ്മൾ വയലിലേക്കെല്ലാം പോകുന്നത്. അവിടെയാണെങ്കിൽ പഴുക്കും. പിന്നെ അധികവും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഞാൻ അമ്മേൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സെയിം വഴി തന്നെയാണ്, നിങ്ങൾക്ക് കാണിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഞാനിവിടെ എത്തിയപ്പോൾ നമ്മുടെ ഡുഡു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനോട് ഞാനിങ്ങനെ സംസാരിക്കുകയാണ്. കുറേ ആയി ഡുഡുവിനെ കണ്ടിട്ട്. ഡുഡുവിന് എന്താ വേണ്ടത്? നിമേഷ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നേരം അവനെ ഇവിടെ പിടിച്ച് നിർത്തണമല്ലോ. അപ്പോൾ മോളിയമ്മയ്ക്ക് ഉണ്ട്. അപ്പോൾ അവനോട് എന്താ വേണ്ടത്, കൊമ്പനാന കുട്ടപ്പന മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അങ്ങനെ മാമനുണ്ണി പുറത്തു പോയപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നു. ഞാൻ കുറേ ആയി ഐസ്ക്രീം കുടിച്ചിട്ടോ. സത്യമാണ്, കള്ളത്തരമല്ല. ശരിക്കും കുറേ ആയി ഐസ്ക്രീം കുടിച്ചു. അടുക്കളയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അജിയമ്മയും അമ്മയൊക്കെ നല്ല തിരക്കായിരുന്നു. സുഹിത ചേച്ചിയൊക്കെ മീനും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന തിരക്കായിരുന്നു. അതിനിടെ നമ്മൾ വത്തക്കയും അങ്ങനെയൊക്കെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. വീണ്ടും ഡുഡുവിനൊപ്പം കേട്ടോ. അവന് പെണ്ണ് കണ്ടപ്പോൾ എഴുതണം. അങ്ങനെ ഞാനൊരു ചെറിയൊരു കടലാസൊക്കെ കൊടുത്തു. അവൻ എന്തെങ്കിലും കാട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മമ്മ മീൻകറിയിലിടാൻ വെച്ച മാങ്ങയിൽ നിന്ന് ഒരു മാങ്ങ ഞാൻ ഇസുക്കി കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തപ്പോൾ ഉണ്ണി പറഞ്ഞു, അമ്മു നമുക്കത് ഉപ്പും മുളകിട്ട് തിന്നാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാങ്ങ ചെറുതായി അരിഞ്ഞു കേട്ടോ. ഞാൻ കുനുകുന അരയാനാണ് വിചാരിച്ചത്, പക്ഷേ അരിഞ്ഞപ്പോൾ വലുതായിപ്പോയി. അങ്ങനെ അത് ഉണ്ടാക്കി കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. തിരയായതുകൊണ്ട് തന്നെ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെയാണ് ചായ വെക്കാൻ ഏൽപ്പിച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെ ചായ എപ്പോഴാണ് ടേസ്റ്റായി വന്നത്. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് വെറും കാടി വെള്ളം പോലത്തെ ചായയായിരുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ ചായ അത്യാവശ്യം നല്ല എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന രീതിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് ഗൈസ്. പക്ഷേ ചായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. നല്ല തിരക്കായിരുന്നു. പിന്നെ ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറ്റി അമ്പലത്തിൽ പോവാണ്. പിന്നെ ഇനി അമ്പലത്തിലെ തിരയും പൂക്കലശവും വീഡിയോയാണ് കേട്ടോ. അങ്ങനെ തിരേൻ്റെ ഗ്യാപ്പിൽ ഞാനും നിമ്മേച്ചിയും കൂടെ ഡുഡുവിന് കളിപ്പാട്ടമൊക്കെ നോക്കാൻ പോയിട്ടോ. കുറേ കളിപ്പാട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. പൂക്കലശമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. അത് വേഗം നല്ലോണം തട്ടി. കാരണം രാവിലെ എണീറ്റിട്ട് നമുക്ക്
പുലർച്ചെ തിരക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.